നമുക്കിന്നൊരു ഇടിയിറച്ചി ഉണ്ടാക്കിയാലോ? ഇടിയിറച്ചി അതായത് ബീഫ് കൊണ്ട് നമ്മൾ ഉണക്കി ഇങ്ങനെ ആക്കിയിട്ട് ഇടിയിറച്ചി ഉണ്ടാക്കി. ഇത് നാട്ടിൽ നിന്ന് ഉണക്കിക്കൊണ്ടുവന്നാ കേട്ടോ. അപ്പം ഞാനത് ഇങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കൃഷി ചെയ്തെടുക്കാൻ ഇഷ്ടം. ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് നമ്മൾ കടിച്ച് തന്ന ഒരു സംഭവമില്ലേ, അതാണ്. അപ്പോൾ ഇത് ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് നമ്മൾ ഉണക്കി ഇടിച്ച് കൊണ്ടുവയ്ക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ അടർത്തിട്ടാൽ മതി. അതെൻ്റെ വീട്ടിൽ ഉണങ്ങുന്നതല്ല കേട്ടോ, കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങിയതാണ്. കോതമംഗലത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഉണക്കി കൊടുക്കുന്നത്, വീട്ടിൽ നിന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട്, അങ്ങനെ വാങ്ങിയതാണേ. അപ്പോൾ ഇത് അവരെന്നെ ഇങ്ങനെ ഇടിച്ചും തരും. അപ്പോൾ നമ്മൾ എത്ര ദിവസം ഇരുന്നോളൂ കേട്ടോ, അതിങ്ങനെ ഉണക്കി ഇങ്ങനെ കൊണ്ടുവന്നാൽ. അപ്പോൾ അതിങ്ങനെ ഞാനിതിൻ്റെ പരിപാടി വെരി ഈസിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു കറിക്ക് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ടേസ്റ്റും ഉണ്ട് നന്നായിട്ട് തന്നെ. ഓൾറെഡി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടില്ലേ. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്ന മുളകാണ്. അതായത് ഈ നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ആക്കിയിട്ടാൽ മതിയേ. പൊടിക്കൊന്നും വേണ്ട, ഞാൻ പൊടിക്കാറൊന്നുമില്ല ഒന്നും. ഇത് ഞാൻ പൊടിച്ച് കഴിച്ചിട്ടുണ്ട് ഈ ഇറച്ചി, പക്ഷേ എനിക്കെന്തോ ആ ഇറച്ചിയുടെ ടേസ്റ്റ് പോയ പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ കുഞ്ഞുള്ളി വേണ്ട. അപ്പോൾ ഇവിടെ കുഞ്ഞുള്ളിയൊക്കെ കുറേ മേടിച്ച് വെച്ച് ഇരിക്കുന്നത് ഇതായതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ബോട്ടിലോ വാങ്ങിയത്. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചെറിയ ഇതെടുക്കാം, ഉള്ളി എടുക്കാം. ഇതിനൊരു വിനാഗിരിയുടെ ഒക്കെ ടേസ്റ്റും ഉണ്ട്. നല്ല ഇതിനൊരു പുളിയൊന്നുമല്ല, അങ്ങനെ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഇതിടാം, ചെറിയ ഉള്ളി ഇടുന്നേ നല്ലത്. ഞാൻ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാത്തിനും ഇട്ടുണ്ടാക്കാറുണ്ട്. ഞാൻ ചെറുള്ളി ആണല്ലോ ടേസ്റ്റ് എന്നെല്ലാവരും പറയണേ. അതേപോലെ ഞാനും ഒന്ന് പറയത്തു. പോയി നമുക്ക് കത്തിയും കൊണ്ട് അരിയാം. അപ്പോൾ ഞാൻ കത്തിയും കൊണ്ട് കുഞ്ഞതായിട്ട് അരിയട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയപ്പം ഇതിങ്ങനെ ഞാനിങ്ങനെ അത് പോയി കണ്ടോ, ഇതിങ്ങനെ ചതഞ്ഞ് വരും. അങ്ങനെ ആക്കാൻ നോക്കിയതാണ്. അതിന് ബാലിയ സ്പൂൺ കൊണ്ടാക്കിയതുകൊണ്ടാണ് തോന്നുന്നു. 2-3 മിനിറ്റ് എടുക്കാം നമുക്ക്. ഇത് നമുക്ക് ഈ സാലഡൊക്കെ ഉണ്ടാക്കാൻ ഇടുമ്പോൾ നല്ല കേട്ടോ. അത് ഒരു ചെറിയൊരു പുളിയൊക്കെ രസമുള്ളതുകൊണ്ട് അപ്പം ഞാൻ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് ഇവിടേക്ക് എണ്ണ ഒഴിക്കാം. അത്യാവശ്യം എണ്ണ വേണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇതാവത്തില്ല. നമുക്കിതിലേക്ക് ഇനി ഇച്ചിരി വലിയ ജീരകം ഇടാവേ. വലിയ ജീരകം നല്ല പെരും ജീരകം. ഓക്കെ, എന്നിട്ടത് കുറച്ച് വെച്ചേക്കാം. എന്നിട്ട് നമുക്കത് ക്രഷ് ചെയ്തിട്ടാണ് അതിലൂടെ തട്ടാം. അതിന് കൂടെ തന്നെ നമുക്ക് സവോളയിൽ തട്ടിയേക്കാം. ഇനി വെള്ളമുള്ളതുകൊണ്ടാണ് ചെറിയ ഉള്ളിൽ ഉടുക്കും. നമുക്കത് ഉള്ളി ഭയങ്കരമായിട്ട് വെള്ളമൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മൾ അതിടുമ്പോഴും ഇതിന് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ടോ. അതിനൊക്കെ ഉപ്പുണ്ട്. ഒരു കുരുമുളക് ശരിയിടാം. നമുക്ക് നമ്മുടെ ഇതങ്ങ് തട്ടിയേക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് വരട്ടെ കേട്ടോ. ഏകദേശം ആകാറായിട്ടോ. അപ്പം ഞാനേ ഇതിൻ്റെ ആ ഒരു പുളിയുള്ള വെള്ളം ഇങ്ങനെ ക്രിസ്മസ് പോകത്തൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി എന്താണ് കണ്ണി പോയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓഫാക്കട്ടെ. ചൂട് നാറട്ടെ. നമ്മുടെ
എലി ഇറച്ചി ഇതേ ഇവിടെ തയ്യാറ്. അവിടെ തിന്നോടെ ഇരിക്കുക. ഞങ്ങൾ പതുക്കപ്പഴുക്കത്തിനും ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യില്ലേ? ബൈ.